ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തൊട്ടടുത്ത് ഗണപതിനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതും എനിക്ക് ചൂടോടെ ഗോതമ്പ് ഹലുവയാണ് പ്രസാദമായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇവനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. അവൻ്റെ പേര് എനിക്കറിയില്ല. പേരൊരു വായക്കൊള്ളാത്തൊരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടും കാര്യമില്ല, എനിക്ക് മറന്നു പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ പേരൊന്നും ചോദിക്കാറില്ല കേട്ടോ. ഇങ്ങനെ സംസാരിക്കുന്നതാണ്, പേരൊന്നും ചോദിക്കാറില്ല. അപ്പോൾ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ അവൻ പറഞ്ഞു, ഏക്ക നിങ്ങൾ പൂജയ്ക്ക് ഇരിക്കണമെങ്കിൽ ഇരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ അല്ലല്ല കുഴപ്പമില്ല, നിങ്ങളും പൂജയ്ക്ക് ഇരിക്കും, നിങ്ങൾ ഡെയിലി അമ്പലത്തേക്കൊക്കെ വരണതല്ലേ, ഇരിക്കും പൂജയ്ക്ക് പറഞ്ഞിട്ട് അവരുടെ കൂടെ എന്നെ ഇരുത്തിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പൂജയ്ക്ക് ഇരുന്നപ്പോൾ പൂജ ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പൂജയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് ദക്ഷിണയൊക്കെ കൊടുത്തുട്ടോ. എന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് ഞാൻ ശിവേട്ടന് വേഗം ഫോൺ ചെയ്ത് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശിവേട്ടൻ പറഞ്ഞാൽ പോട്ടെ, ഗണപതി ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞു. എനിക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും കിട്ടിയില്ല. ഞാൻ നിങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞു. നേരെ വൈകുന്നേരം അപ്പോൾ ഞാൻ മക്കളെയും കൂട്ടി നേരെ വിട്ടു കേട്ടോ. അപ്പോൾ രമ്യാൻ്റെ ഞാൻ പോയ സമയത്ത് എല്ലാവർക്കും കുങ്കുമം വെക്കുകയാണ്. അപ്പോൾ ഗണപതിക്ക് പൂജിച്ച കുങ്കുമമാണ്. അപ്പോൾ എല്ലാവർക്കും നെറുകിൽ ഇങ്ങനെ വെച്ച് തരണം. അപ്പോൾ ഞാൻ പറഞ്ഞു, രമ്യാൻ്റെ എനിക്ക് നെറുകിൽ മാത്രം പോരാ, താലിയിലും വേണം പറഞ്ഞു കേട്ടോ. അപ്പോൾ രമ്യാൻ്റെ ചോദിച്ചിട്ട് ശരി വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വെച്ച് കൊടുത്തു. പിന്നെ ഈ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ ആറഗ്രഹാരം ഏടുകുന്ന് സന്ധിലാണ് കേട്ടോ. സൂപ്പറായിട്ട് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിവസവും ഉണ്ട് പ്രോഗ്രാം കേട്ടോ. അപ്പോൾ ദിവസവും ലക്കി ഡ്രോ ഉണ്ട്. അപ്പോൾ രമ്യാൻ്റെയാണ് സ്പോൺസർ ചെയ്യണത്. അപ്പോൾ 4 പേർക്ക് എല്ലാ ദിവസവും കിട്ടും. ഒരു ദിവസം പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എനിക്ക് അത്ര വലിയ ഭാഗ്യമൊന്നും ഇല്ല തോന്നുന്നു. രാവിലെ മാത്രം ഗണപതി പൂജയ്ക്കുള്ള ഭാഗ്യം കിട്ടി. ലക്കി ഡ്രോൻ്റെ ഭാഗ്യമൊന്നും കാണാനില്ല. അപ്പോൾ 2 ദിവസമായിട്ടോ, ഇന്നലെയും മിനിങ്ങാന്നും ആയിരുന്നു. 2 ദിവസം മിനിങ്ങാന്ന് ഞാൻ പോയിട്ടില്ല, ഇന്നലെ ഞാൻ പോയത് കേട്ടോ. മിനിങ്ങാന്ന് ഞാൻ പോകുമ്പോഴേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലക്കി ഡ്രോത്തെ കൂപ്പണൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെയാണ് കൂപ്പൺ കിട്ടിയത്. പക്ഷേ അതിൽ സമ്മാനമൊന്നും അടിച്ചില്ല കേട്ടോ. 4 കൂപ്പൺ കിട്ടി, 4 അടിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചു പോയി ചെല്ലുന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് തണക്കടാറുണ്ട്. അവർ പ്രസാദം വാങ്ങാൻ മാത്രം തണക്കിടില്ല കേട്ടോ. അത് വേണമെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ വാങ്ങി കഴിക്കും അവർ. അത് നടക്കടേ ഇല്ല. പക്ഷേ ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ ഒന്നും അവർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ കുട്ടികളുടെ ഡാൻസും ഒക്കെ കണ്ട് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പാരായണം കേട്ടോ. പാരായണം അടിപൊളിയാണ്. സംഭവം എന്താണെന്ന് പറയുന്നത്, നമുക്ക് പാരായണം വായിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ നമുക്കത് കേൾക്കുമ്പോൾ പുണ്യമാണ്. കാരണം അത് തെലുങ്കിലാണ്. അപ്പോൾ എനിക്കറിയില്ല വായിക്കാനൊന്നും. അക്ഷരങ്ങൾ ഇങ്ങനെ ആ എന്നൊക്കെ വായിക്കാനല്ലാതെ കൂടുതലായിട്ടൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ ഞാനത് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ പറയില്ലേ, നമുക്കിപ്പോൾ വായിക്കാൻ രാമായണമൊക്കെ വായിക്കാൻ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ നമ്മളിത് കേട്ടാൽ തന്നെ നമുക്ക് പുണ്യമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഗംഭീര പാരായണം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാവരും കേൾക്കണം. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും സർവ്വവിഘ്നങ്ങളും മാറിയിട്ട് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഗണപതി ഭഗവാനെ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പൂജയ്ക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും വരട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്നും കൂടെ പറയാം. അപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത് ഏടുകുന്ന് സന്ത് ആറഗ്രഹാരാട്ടോ. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് എടുത്തു പറയാൻ കാരണം ആ ചെക്കൻ എന്നോട് പറഞ്ഞു കേട്ടോ, അക്ക നിങ്ങൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, അപ്പോൾ നമ്മുടെ സന്തിൻ്റെ പേര് കൂടെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ സന്തിൻ്റെ പേരാണ് ഗുണ്ടൂരിലെ ഏടുകുന്ന് സന്ത് ആറഗ്രഹാണ് കേട്ടോ. ഇനിയിപ്പോൾ ആരും അഡ്രസ്സ് ഒന്നും തപ്പിപ്പിടിച്ച് വരരുതേ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സന്തിൻ്റെ പേരാണിത്. ഒരു വെറൈറ്റി പേരല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഗണപതി ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും പാരായണം കേൾക്കണം. അടിപൊളി പാരായണമാണ്. 10 പേര് ചേർന്നിട്ടാണ് ഈ പാരായണം നടത്തുന്നത്. എല്ലാ അമ്പലങ്ങളിലും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇവർ ഒരേ കളർ സാരിയെ കൊടുത്ത് ചിലപ്പോൾ ചെല്ലും. അത് ഇനി രസം കാണാൻ. ഇന്ന് ഇവർ പലതരം സാരികളാണ്. ചില സമയത്ത് ഒരേ സാരി ആയിരിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പാരായണം കേൾക്കാം കേട്ടോ. Mata
కష్టాలు బాగా కలికాల మందున వెలసిన కన్యకు దండాలు దండాలు కష్టాలు బాగా కలికాల మందున వెలసిన కన్యకు దండాలు దండాలు వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య సౌభాగ్యని సంతోషి మాతవు శరణు శరణు తల్లి చక్కని మాత సౌభాగ్యని చేసి సంతోషి మాతవు శరణు శరణు తల్లి చక్కని మాత వాసవి 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 వందనాలు తల్లి వైశల్య మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత కలవెంచి నీకు దండాలు పెట్టేం కరువుల ప్రవహరావమ్మ కలవంచి నీకు దండాలు పెట్టేము కరువుల ప్రవహరావమ్మ వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత లీలలన్నీ భరింతుమమ్మ భక్తితో నిన్ను పూజితుమమ్మ లీలలన్నీ భరింతుమమ్మ భక్తితో నిన్ను పూజితుమమ్మ వందనాలు తల్లి వైశల్య మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత జగమంత నీదే జగదేక మాత జనులందరినీ జోగేటి మాత జగమంత నీదే జగదేక మాత జనులందరినీ జోగేటి మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత వైసులందరూ నిన్ను భక్తితో గంగగా మణిపమందున వెలిసినావుగా వైసులందరూ నిన్ను భక్తితో గంగగా మణిపమందున వెలిసినావుగా వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత వాసవి 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 మాత వందనాలు తల్లి వైశల్య మాత వాసవి వాసవి మాత వందనాలు వందనాలు తల్లి వైశల్య మాత వందనాలు తల్లి వైశల్య మాత వందనాలు తల్లి వైశల్య మాత వందనాలు తల్లి వైశల్య మాత ఓం శ్రీ వాసవి Krishna 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 ante kashtamulanni tolaguraya Pariyamartana kamsa samharana kapadanu Krishnaya Narayani chakrani namamunadu devaya nirupamaya Ekaramadhava govindaya Vinosidavinu korutunaya Sirokirinu korutunaya Krishna Paramatma Guru Sri Ramachandramurti ki jai Sita Maya Guru jai Bamsu Salman ki jai Ganesh Maharaj ki jai Annam Parvati Pade Hara Mahadeva Srimad Ramana Govinda Ekadavada Ekadana Govinda Govinda Sri Kalika Ganesha Maharaj ki jai Kalika Dev Surya Maharaj ki jai Mahalakshmi Maharaj ki jai Mahakali Maharaj ki jai Mahasaraswati Maharaj ki jai Annam Parvati Pade Hara